CPM-ന് വെള്ളാപ്പള്ളിയിലാണ് വിശ്വാസം, സാക്ഷാൽ KEN-ൽ അവിശ്വാസവും. കഴിഞ്ഞ കാലങ്ങളിൽ CPM നേതൃത്വം നടന്ന വഴികളിൽ നിന്ന് അനുയായികൾ എന്താണ് പഠിച്ചെടുക്കേണ്ടത്? ആ പാഠമാണിപ്പോൾ തെരുവിൽ നാലാൾ കൂടുന്നിടത്ത് സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. സംഘപരിവാർ ചിന്ത എങ്ങനെ ചുവപ്പിനെ കാവ്യാക്കുമെന്നറിയണ്ടേ? അതിന് ശാഖയിൽ പോകേണ്ട, കുറുവടി എടുക്കേണ്ട, എല്ലാം ഇവിടെയുണ്ട്. ഇതാ CPM ഔദ്യോഗികമായി തോൽവിയുടെ കാരണം തുറന്നു പറഞ്ഞ ദിവസമാണ് ഇന്നലെ. അതേസമയം പതിറ്റാണ്ടുകളായി കേരളത്തിൽ CPM-ന്റെ മുഖമായ KEN ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ അകത്തളങ്ങളിലും RSS കളി തുടങ്ങുന്നുവോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് പോസ്റ്റ്. ഒപ്പം ചേർത്തിരിക്കുന്നത് DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറിൽ KEN പങ്കെടുക്കുന്നതിൽ ഇടതുപക്ഷ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന വിമർശനമാണ്. അതിങ്ങനെയാണ്: KEN-ന് നമ്മൾ എന്തിനാണ് സ്പേസ് കൊടുക്കുന്നത്? നമ്മുടെ സംഘടന സഖാക്കൾ പണിയെടുത്ത ആളുകളെ എത്തിച്ച് ഇയാൾക്ക് ഓഡിയൻസ് ഉണ്ടാക്കണോ? നമുക്കെന്താണ് സംസാരിക്കാൻ ആളുകളിലെ? ഇയാളൊക്കെ തിരിഞ്ഞു കൊത്തും എന്നാണ് KEN-നെതിരായ വിമർശനം. ആ പോസ്റ്റ് ഇടുമ്പോൾ KEN എന്ന മനുഷ്യന്റെ ഉള്ളുപിടയുക സ്വാഭാവികം. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് വെള്ളപൂശി നടക്കുമ്പോൾ അനുയായികൾ എന്താണ് പഠിച്ചെടുക്കുക എന്നതിന്റെ ഒന്നൊന്നര തെളിവാണ് KEN-നെതിരെയുള്ള അമർഷം. നാളിതുവരെ മാധ്യമങ്ങൾ പറഞ്ഞതും നാട്ടുകാർ പറഞ്ഞതും ഉൾപ്പെടെ തോൽവിയുടെ കാരണം CPM കണ്ടെത്തി കഴിഞ്ഞു. 10 വർഷം കേരളം തുടർച്ചയായി ഭരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു ദയനീയ പരാജയം ഉണ്ടാകുമെന്ന് വെള്ളവും മത്സ്യവും പോലെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്നെന്ന് പറയുന്ന CPM സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നേതൃത്വത്തെ തിരുത്താൻ ശ്രമിച്ചാൽ നോട്ടപ്പുള്ളികളാവുന്ന കാലത്ത് ആരാണ് സാർ സത്യം വിളിച്ചു പറയുക? മുസ്ലിം സമുദായത്തിനു നേരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് ഒടുവിൽ CPM സമ്മതിക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി എന്ന ഇടതുപക്ഷ നവോത്ഥാന നായകനെതിരെ ഇവിടെ ഉയരുന്ന വിമർശനങ്ങൾ അറിയാൻ തോറ്റു പഠിക്കേണ്ടി വന്നിരിക്കുന്നുവെന്നർത്ഥം. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് ശരിയായില്ലെന്നതാണ് പുതിയ പാഠം. ഈ പാഠം പഠിക്കുമ്പോഴേക്കും പ്രവർത്തകർ നാളിതുവരെ പഠിച്ചതൊന്നും മറന്നിട്ടില്ല. അതാണ് കോഴിക്കോട് NGO യൂണിയൻ ഹാളിൽ നടക്കുന്ന DYFI സെമിനാറിൽ VK സനോജ് MLA-ക്കൊപ്പം KEN പങ്കെടുക്കുമ്പോൾ പ്രവർത്തകർ കാണിക്കുന്ന അമർഷം. തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ഒളിച്ചുവെക്കാതെ അതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ട് പരസ്യമായി പ്രതികരിക്കുക വഴി KEN ഉയർത്തിപ്പിടിച്ചത് സംവാദത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ഇനിയും എന്തുകൊണ്ടാണ് KEN വിമർശിക്കപ്പെടുന്നത് എന്ന ചോദ്യമുണ്ടോ? ഉത്തരം ഇതാണ്: മനുഷ്യനാകണം.